അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. KNMന്റെ പ്രാവശ്യത്തെ 5ാം ക്ലാസ്സിലത്തെ ടെക്സ്റ്റ് ബുക്ക്, അറബി ടെക്സ്റ്റ് ബുക്ക്, അത് പുതിയതാണ്. അതിലെ 1ാമത്തെ യൂണിറ്റ് അൽ മുആഖാത്ത്, സാഹോദര്യം. ഇതിൽ അള്ളാഹു കരീം എന്ന ഒരു മുഖാബല ഉണ്ട്, ഒരു ഇന്റർവ്യൂ ഉണ്ട്. അള്ളാഹു ഉദാരനാണ്. പിന്നെ ഒരു ഹിക്കായ ഉണ്ട്, അനുഭവ കഥ. ഈസാർ എന്നുള്ള മുൻഗണന, ഈസാർ മുൻഗണന എന്ന വിഷയത്തിലുള്ള ഒരു അനുഭവ കഥയുണ്ട്, ഹിക്കായ ഉണ്ട്. പിന്നെ ഒരു മദ്ലൂമാണ്, ഒരു പദ്യമാണ്, മക്കാരിമുൽ അഖ്ലാഖ്, സൽസ്വഭാവങ്ങൾ എന്ന ഹെഡിങ്ങിലുള്ള ഒരു പദ്യവുമാണുള്ളത്. അതിലെ 1ാമത്തെ അദ്ദുആ, റബ്ബനാ യാ റബ്ബനാ യാ ഇലാഹൽ ആലമീൻ ഹയ്യിൽ ഖൈറ ലനാ വർഅനാ ഫീ കുല്ലി ഹീൻ ബിസ്മിക അല്ലാഹുമ്മ റബ്ബി നബ്ദഉൽ യൗമൽ ജദീദ് فأعنا يا إلهي عونك السامي الفريد وفق الله خطانا وهدانا للسداد لك منا ألف حمد فهدنا سبل الرشاد. നല്ല ഈണത്തിൽ നിങ്ങൾ പാടാൻ കഴിയും. റബ്ബന യാ റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ രക്ഷിതാവേ. യാ ഇലാഹൽ ആലമീൻ, ലോകരുടെ ആരാധ്യനെ. ആലമീൻ ലോകര്, ഇലാഹ് ആരാധ്യൻ. യാ ഇലാഹൽ ആലമീൻ ഹയ്യിൽ ഖൈറ ലനാ, ഞങ്ങൾക്ക് നന്മയിലേക്ക് നീ സൗകര്യം ചെയ്യണമേ, വഴിയൊരുക്കണമേ. ഹയ്യ, നീ തയ്യാറാക്കണമേ, അൽ ഖൈറ, നന്മ, ലനാ, നമുക്ക്. വർഅന ഫീ കുല്ലി ഹീൻ, എല്ലായ്പ്പോഴും ഞങ്ങളെ നീ പരിപാലിക്കണമേ. വർഅന, നീ ഞങ്ങളെ പരിപാലിക്കണമേ. ഫീ കുല്ലി ഹീൻ, എല്ലായ്പ്പോഴും, എല്ലാ സമയത്തും. ബിസ്മിക അല്ലാഹുമ്മ റബ്ബി, അല്ലാഹുവേ, എന്റെ രക്ഷിതാവേ, നിന്റെ നാമത്തിൽ. ബിസ്മിക, നിന്റെ നാമത്തിൽ. അല്ലാഹുവേ, റബ്ബി, എന്റെ രക്ഷിതാവേ. നബ്ദഉൽ യൗമൽ ജദീദ്, പുതിയ ഈ ദിവസം ആരംഭിക്കുന്നു. നബ്ദഉ, ഞങ്ങൾ ആരംഭിക്കുന്നു. നബ്ദഉ, ഞങ്ങൾ ആരംഭിക്കുന്നു. അൽ യൗമ, ഇന്ന്. അൽ ജദീദ്, പുതിയ. ഫഅഇന്നാ യാ ഇലാഹി, എന്റെ ആരാധ്യനെ. അഇന്നാ, നീ ഞങ്ങളെ സഹായിക്കണമേ. യാ ഇലാഹി, എന്റെ ആരാധ്യനെ. ഔനക സാമിൽ ഫരീദ്, അതുല്യമായ. ഫരീദ്, അതുല്യമായ. സാമി, ഉന്നതമായ. ഔനക, നിന്റെ സഹായം. അതുല്യവും ഉന്നതവുമായ നിന്റെ സഹായം കൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണമേ. വഫഖല്ലാഹു ഖുതാന, ഞങ്ങളുടെ പടവുകൾക്ക്, ഞങ്ങളുടെ ഓരോ സ്റ്റെപ്പിനും അല്ലാഹുവേ നീ തൗഫീഖ് നൽകണമേ. വഹദാന ലിസ്സദാദ്, നേരായ പാതയിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ. ഹദാ യഹ്ദി, ഹദാ, നീ ഞങ്ങളെ നയിക്കണമേ. ലിസ്സദാദ്, ഏറ്റവും ശരിയായതിലേക്ക്, സൽപാന്താവിലേക്ക്. ലക മിന്ന അൽഫ് ഹംദിൻ, ലക മിന്ന, അല്ലാഹുവേ, നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്നും അൽഫ് ഹംദിൻ, 1000 സ്തുതികൾ, ആയിരക്കണക്കിന് സ്തുതികളാണ് റബ്ബേ നിനക്ക് ഞങ്ങളിൽ നിന്നും. ഫഹ്ദിന, നീ ഞങ്ങളെ നയിക്കണമേ. സുബുലർ റഷാദ്, നേരായ പാതയിൽ നീ ഞങ്ങളെ നയിക്കണമേ. സുബുൽ, സബീൽ ജമ്മ സുബുൽ, മാർഗങ്ങൾ. റഷാദ്, ഏറ്റവും ശരിയായ മാർഗനിർദ്ദേശത്തിലേക്ക്. ദ പാത്ത് ഓഫ് ഗൈഡൻസ്, സൽപാതയിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ റബ്ബേ എന്നുള്ള വളരെ അർത്ഥവത്തായ ഒരു പദ്യം കൊണ്ടാണ് നാം ആരംഭിക്കുന്നത്. അൽ വഹദത്തുൽ ഊല, ഫസ്റ്റ് യൂണിറ്റ്. അൽ മുആഖാത്ത്, സാഹോദര്യം. ഒരു മുസ്ലിം തന്റെ ഒരു മുസ്ലിമിന്റെ സഹോദരന്മാരാണ്. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. ആദ്യമായി അന്നസുഫിരി, 0 ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അള്ളാഹ് കരീം എന്നുള്ള ഒരു മുഖാബലയുണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. ഈസാർ, മുൻഗണന എന്നുള്ള ഒരു ഹിക്കായ ഉണ്ട്, ഒരു കഥയുണ്ട്. മക്കാരിമുൽ അഖ്ലാഖ്, സൽസ്വഭാവങ്ങൾ എന്നുള്ള ഒരു മദ്ലൂമുണ്ട്, പദ്യവുമുണ്ട്. ആദ്യമായി കൊടുത്തിരിക്കുന്നത് നതഹദ്ദസു, നമുക്ക് പരസ്പരം സംസാരിക്കാം. മാദാ ഫി സൂറ, 0 ടെക്സ്റ്റ് ആണ്. അത് പ്രത്യേകിച്ച് എഴുത്തൊന്നുമില്ലാത്ത ഒരു ടെക്സ്റ്റ്, ഒരു ചിത്രം കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തിട്ട്, മാദാ തറൗന ഫി ഹാദിഹി സൂറ, ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായി അവർ കാണുന്ന പദങ്ങളൊക്കെ പറയും. ഹഫാറ, JCB ഉണ്ട്, മണ്ടുമാന്തര. പിന്നെ സയ്യാർത്ത് ഇസ്ആഫ്, ആംബുലൻസ് ഉണ്ട്. നാസ്, ജനങ്ങളുണ്ട്. മുസോബീൻ, അഥവാ ദുരിത ബാധിത ഉണ്ട്. പിന്നെ സൂറ ഉണ്ട്, ഒരു ഫോട്ടോ കാണുന്നുണ്ട്, ഒരു കിതാബ് കാണുന്നുണ്ട്. ലോബ, ടോയ്സ് കാണുന്നുണ്ട്. ദുമ്മിയ, പാവ കാണുന്നുണ്ട്. അതുപോലെ തിലാല്, കുന്നുകൾ കാണുന്നുണ്ട്. ജിബാല്, പർവ്വതങ്ങൾ, ജബലും ജമ്മി ജിബാൽ, പർവ്വതങ്ങൾ കാണുന്നുണ്ട്. തെല്ലുണ്ട്, കുന്നുകളുണ്ട്.
പിന്നെ സൊഹർ പാറ ഉണ്ട്, ഹിജാറത്ത് കല്ലുകൾ കാണുന്നുണ്ട്. അങ്ങനെ കുട്ടികൾ കാണുന്ന ഷുർത്തി പോലീസുകാരുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ ഇങ്ങോട്ട് തന്നെ പറയും. മാതാ തറൂന ഫിസ്സൂറ എന്ന് ചോദിച്ചാൽ കൈഫ തഹ്ദുസു അൽ ഫയദാനാത്ത്, ഫയദാനാത്ത് വെള്ളപ്പൊക്കങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്, കൈഫ എങ്ങനെ, തഹ്ദുസു അത് ഉണ്ടാകുന്നു, അൽ ഫയദാനാത്ത് വെള്ളപ്പൊക്കങ്ങൾ. ഹൽ റഅയ്തും അൽ ഫയദാനാത്ത് നിങ്ങൾ വെള്ളപ്പൊക്കങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഹൽ റഅയ്തും, ഹൽ ഷാഹദത്തും, ഹൽ ഷുഫ്തും നിങ്ങൾ കണ്ടിട്ടുണ്ടോ അൽ ഫയദാനാത്ത്. അപ്പോൾ കുട്ടികൾ ലാ അല്ലെങ്കിൽ നഅം എന്നൊക്കെ പറയും. മയ്യുൻജീന മിൻ ഹാദിഹിൽ മസായിബ്, മയ്യുൻജീന മിൻ ഹാദിഹിൽ മസായിബ് ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന്, മസായിബ് ദുരന്തങ്ങൾ, മയ്യുൻജീന ആരാണ് നമ്മെ രക്ഷിക്കുക, മിൻ ഹാദിഹിൽ മസായിബ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന് ആരാണ് നമ്മൾ രക്ഷിക്കുക, അള്ളാഹു യുൻജീന, അള്ളാഹു യുൻജീന മിൻ ഹാദിഹിൽ മസായിബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് ആകർഷകമായ രീതിയിൽ ഇത് വിവരിച്ചു കൊടുക്കാം. നുലാഹിലു അടുത്ത പേജ് നമുക്ക് ശ്രദ്ധിക്കാം. ഒരു വേദിയാണ്, ഹഫ്ല് ഒരു പ്രോഗ്രാമാണ്. ഹഫ്ലു ജംഅത്ത് തബറുആത്തി ലിസുന്ദൂഖിൽ ഖൈരി യശ്തരികു ഫീഹി മആലി വസീർ ദാഖിലിയ. ആഭ്യന്തരമന്ത്രി, വസീർ ദാഖിലിയ ആഭ്യന്തരമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചാരിറ്റി ഫണ്ടിലേക്കുള്ള ഒരു ഡൊണേഷൻ സമാഹരണ പരിപാടിയാണ്. ഹഫ്ല് ഒരു പ്രോഗ്രാം, ജംഅ് ശേഖരിക്കുന്ന, തബറുആത്ത് ഡൊണേഷനുകൾ സംഭാവനകൾ, ലിസുന്ദൂഖിൽ ഖൈരി ചാരിറ്റി ഫണ്ട് ജീവകാരുണ്യ പ്രവർത്തികൾക്കുള്ള ഒരു നിധി, ജീവകാരുണ്യ നിധിയിലേക്കുള്ള ഒരു ഡൊണേഷനുകൾ സംഭാവനകൾ സ്വീകരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. യസ്തരിക്ക് ഫിഹി അതിൽ പങ്കെടുക്കുന്നു, ഫിഹി അതിൽ മആലി ഉന്നതനായ വസീർ ദാഖിലിയ ഹോം മിനിസ്റ്റർ ആഭ്യന്തരമന്ത്രി, ആഭ്യന്തരമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചാരിറ്റി ഫണ്ടിലേക്കുള്ള ഒരു ജീവകാരുണ്യ നിധി. ഈ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായപ്പം അതിനോടനുബന്ധിച്ച് ഒരു ജീവകാരുണ്യ നിധി അവർ ആരംഭിച്ചു. അതിലേക്ക് സംഭാവനകളൊക്കെ ശേഖരിക്കുന്നതിന് വേണ്ടി ഒരു ആഭ്യന്തരമന്ത്രിയുടെ കീഴിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതിൽ ഇജ്തമാ അഹ്ലുൽ ഖറിയ ലിജമഅത്ത് തബറുആത്തി ലിസുന്ദൂഖിൽ ഖൈരി. ഇജ്തമാ അഹ്ലുൽ ഖറിയ ആ നാട്ടിലെ ഗ്രാമത്തിലെ ആളുകൾ ഒരുമിച്ചുകൂടി. ഇജ്തമാ ഒരുമിച്ചുകൂടി, അഹ്ല് ആളുകൾ, നാസ്, ഖറിയ ഗ്രാമം, ലിജംഇ ശേഖരിക്കുന്നതിന്, അത്തബറുആത്ത് സംഭാവനകൾ, ലിസുന്ദൂഖിൽ ഖൈരി ചാരിറ്റി ഫണ്ടിലേക്ക്, ചാരിറ്റി ഫണ്ടിലേക്കുള്ള സംഭാവനകൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഗ്രാമത്തിലെ ആളുകൾ ഒരുമിച്ചുകൂടി. വദാലിക അത് ലിഇആനത്തിൽ മുസാബീന ഫിൽ ഫയദാനാത്ത് ആ വെള്ളപ്പൊക്കങ്ങളിൽ ദുരിതബാധിതരായ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി, ലിഇആനത്ത് സഹായിക്കുന്നതിന്, അൽ മുസാബീൻ ദുരിതബാധിതരെ, ഫിൽ ഫയദാനാത്ത് വെള്ളപ്പൊക്കത്തിലെ ദുരിതബാധിതരായ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഫണ്ട് ശേഖരണം അവിടെ നടത്തുന്നത്. وتبرعت امرأة مسنة ب10,000 روبية إلى صندوق الخير واستلم منها المبلغ معالي وزير الداخلية. تبرعت امرأة مسنة ഒരു വൃദ്ധയായ ഒരു സ്ത്രീ സംഭാവന ചെയ്തു. തബറഅത്ത് സംഭാവന ചെയ്തു. ഇംറഅത്തുൻ ഒരു സ്ത്രീ, മുസിന്നത്തുൻ വൃദ്ധയായ, ബി10,000 രൂപിയ 10,000 രൂപ, ബി10,000 രൂപിയത്തിൻ 10,000 രൂപ, ഇല സുന്ദൂഖിൽ ഖൈരി ഈ ചാരിറ്റി ഫണ്ടിലേക്ക്, ഈ ചാരിറ്റി ഫണ്ടിലേക്ക് 10,000 രൂപ ഒരു വൃദ്ധയായ ഒരു സ്ത്രീ സംഭാവന ചെയ്തു. വസ്തലമ മിൻഹ അവളിൽ നിന്നും സ്വീകരിച്ചു, അൽ മബ്ല ഈ ഒരു സംഖ്യ, ഈ ഒരു തുക, മാലി ഉന്നതനായ വസീർ ദാഖിലിയ. ഈ ഫോട്ടോയിൽ നാം ആഭ്യന്തരമന്ത്രി ആ വൃദ്ധയായ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് 10,000 രൂപ സ്വീകരിക്കുന്ന ആ ഫോട്ടോയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ക്യാമറാമാൻമാരൊക്കെ ഇങ്ങനെ മുറാസിലിങ്ങൾ, ചാനൽ റിപ്പോർട്ടർമാർ, അതുപോലെ സൊഹ്ഫീൻ പത്രപ്രവർത്തകരൊക്കെ ഒരുമിച്ച് കൂടി അത് ഫോട്ടോ ഷൂട്ട് ചെയ്യുക, അത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്, ഒരു ഹഫ്ലാണ് നാം ഈ ഫോട്ടോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹയ്യാ നസ്തമിഉ നമുക്ക് ശ്രദ്ധിക്കാം. അല്ലാഹു കരീം, അല്ലാഹു ഉദാരനാണ്, അല്ലാഹു ഔദാര്യവാനാണ്. ഹളറൽ ഹഫ്ലു അദദുൻ മിനസ് സുഹ്ഫീന വൽ മുറാസിലീൻ ഈ ഒരു പ്രോഗ്രാമിൽ ഹളറ ഹാജരായി, അദദ് കുറച്ചെണ്ണം പേർ, മിനസ് സുഹ്ഫീൻ പത്രപ്രവർത്തകരിൽ നിന്നും, വൽ മുറാസിലീൻ ചാനൽ റിപ്പോർട്ടർമാരിൽ നിന്നും പത്രപ്രവർത്തകരിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു. അജ്റ മുറാസിലു
ഖനാത്തിൻ മുഖാബലത്തൻ മഅ സയ്യിദത്തി മാമ. മാമ എന്നാൽ ഉമ്മയാണ് എന്ന് നമുക്കറിയാം. ചാനൽ റിപ്പോർട്ടർ ആ വൃദ്ധയായ ഉമ്മയോടൊപ്പം ഇന്റർവ്യൂ നടത്തി. ആ ഉമ്മയോടൊത്ത് ചാനൽ റിപ്പോർട്ടർ ഇന്റർവ്യൂ നടത്തി. മാമ എന്ന് തന്നെ അറബിയിൽ നമുക്ക് പരിചയപ്പെടാം. അജ്റ മുറാസിലു ഖനാത്തിൻ, ചാനൽ റിപ്പോർട്ടർ നിർവഹിച്ചു, നടത്തി, മുഖാബലത്തൻ ഒരു ഇന്റർവ്യൂ, മാ സയ്യിദത്തി മാമ, മിസ്സിസ് മാമയോട്. ഈ 10,000 രൂപ സംഭാവന ചെയ്ത ആ ഒരു സ്ത്രീയോട് നമ്മുടെ ചാനൽ റിപ്പോർട്ടർ ഒരു ഇന്റർവ്യൂ നടത്തുകയാണ്, മുഖാബല നടത്തുകയാണ്. അതാണ് ഈ ഫോട്ടോയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഇന്റർവ്യൂ മാൻ മുറാസിലുണ്ട്, അതുപോലെ ആ മുസ്ലിമായ സയ്യിദത്ത് മാമയും അവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ വീഡിയോ റെക്കോർഡിങ് അവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുറാസിൽ അസ്സലാമു അലൈക്കും, ചാനൽ റിപ്പോർട്ടർ സലാം പറഞ്ഞു, നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ശാന്തിയും ഉണ്ടാകട്ടെ. മാമ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു, നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും കാരുണ്യവും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. റഹ്മത്ത്, കാരുണ്യം, ബർക്കാത്ത്, അനുഗ്രഹങ്ങൾ. മുറാസിൽ അർജു മഅക്കി മുഖാബല, അർജു മഅക്കി മുഖാബല, ഞാൻ നിങ്ങളോടൊപ്പം ഒരു ഇന്റർവ്യൂ നടത്താൻ ആഗ്രഹിക്കുന്നു. അർജു, ഞാൻ ആഗ്രഹിക്കുന്ന, മഅക്കി നിങ്ങളോടൊപ്പം, മുഖാബല ഒരു ഇന്റർവ്യൂ നടത്താൻ. മാമ മർഹബൻ, സ്വാഗതം, മർഹബൻ സ്വാഗതം. മുറാസിൽ റിപ്പോർട്ടർ, ചാനൽ റിപ്പോർട്ടർ പറയാണ്, അമലുക മിസാലിയുൻ കൈഫ ജമഅതി ഹാദൽ മബ്ലഅൽ കബീർ. അമലുക മിസാലിയുൻ, നിങ്ങളുടെ പ്രവർത്തനം മാതൃകാപരമാണ്. അമലുക്കി മിസാലിയുൻ, നിങ്ങളുടെ പ്രവർത്തനം മാതൃകാപരമാണ്. മിസാലിയുൻ, മാതൃകാപരം. കൈഫ ജമഅതി ഹാദൽ മബ്ലഅൽ കബീർ, കൈഫ ജമഅതി, എങ്ങനെയാണ് നിങ്ങൾ ശേഖരിച്ചത്, ഹാദൽ മബ്ലഅൽ കബീർ, ഈ വലിയ തുക, 10,000 എന്ന ഈ വലിയ തുക എങ്ങനെയാണ് നിങ്ങൾ ശേഖരിച്ചത്. മാമ ബിഅതു ശാതിയൽ ഹലൂബ്, ബിഅതു ഞാൻ വിറ്റു, ബിഅതു ഞാൻ വിറ്റു, ഷാത്തിയൽ ഹലൂബ് എൻ്റെ പാല് കറക്കുന്ന കറവയുള്ള ഷാത്തി, എൻ്റെ ആടിനെ ഞാൻ വിറ്റു. ഷാത്ത് എന്നാൽ ആടാണ്. ഷാത്തിയൽ ഹലൂബ്, ഹലൂബ് കറവയുള്ള എൻ്റെ ആടിനെ ഞാൻ വിറ്റു. മുറാസിൽ വല്ലാഹി അജീബുൻ, അതൊരു അത്ഭുതം തന്നെ. വല്ലാഹ് അജീബുൻ, അത്ഭുതം തന്നെ. തഖബ്ബൽ അല്ലാഹു മിൻകി, തഖബ്ബൽ അല്ലാഹു മിൻകി, നിങ്ങളിൽ നിന്ന് അല്ലാഹു അത് സ്വീകരിക്കട്ടെ. തഖബ്ബൽ അല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ, മിൻകി നിങ്ങളിൽ നിന്ന്. വമൻ മഅകി ഫിൽ ബൈത്ത്, വമൻ മഅകി ഫിൽ ബൈത്ത്, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളോടൊപ്പം ആരൊക്കെയുണ്ട്. വമൻ മഅകി, നിങ്ങളോടൊപ്പം ഉണ്ട്. ഫിൽ ബൈത്ത്, വീട്ടിൽ. വമൻ മഅകി, ആരെല്ലാം ഉണ്ട് നിങ്ങളോടൊപ്പം വീട്ടിൽ. മാമ അന വഹീദ, അന വഹീദത്ത്, ഞാൻ ഏകയാണ്, ഞാൻ ഒറ്റക്കാണ്, വീട്ടിൽ വേറെ ആരുമില്ല. അന വഹീദ, ഞാൻ ഒറ്റക്കാണ്. മുറാസിൽ റിപ്പോർട്ടർ വീണ്ടും ഇന്റർവ്യൂ ചെയ്യുന്നു. കൈഫ മഈശതുകി, നിങ്ങളുടെ ഉപജീവന മാർഗം എങ്ങനെയാണ്, നിങ്ങളുടെ ഉപജീവന മാർഗം എങ്ങനെയാണ്. ഇനി കൈഫ മഈശതുകി, ഇനി നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുക. ഈ ഉള്ള ഒരു ആടിനെയും വിറ്റല്ലോ. മാമ അല്ലാഹു കരീം, അല്ലാഹു ഉദാരനാണ്, അല്ലാഹു ഔദാര്യമാണ്. ഹുവർ റസാഖ്, അവനാണ് ഉപജീവനം നൽകുന്നവൻ, അവനാണ് ഭക്ഷണം നൽകുന്നവൻ, അവനാണ് നമുക്ക് സമ്പത്തും അങ്ങനെ എല്ലാ കാര്യങ്ങളും നൽകുന്നവൻ. റോസിഖ്, അവനാണ് ഉപജീവനം നൽകുന്നവൻ, അള്ളാഹു ആണ്. റസാഖ്. മുറാസിൽ ഹഫിളക്കില്ലാഹ്, ഹഫിളക്കില്ലാഹ്, അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കട്ടെ, അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കട്ടെ. നതആറഫു, നമുക്ക് പരിചയപ്പെടാം. മസ്മുക, നിന്റെ പേരെന്താണ്. ഇസ്മി ഷഹീദ് മുഹ്സിൻ, എൻ്റെ പേര് ഷഹീദ് മുഹ്സിൻ എന്നാണ്. മസ്മുക്കി, നിന്റെ പേരെന്താണ്. ഇസ്മി അജ്വ, ഇസ്മി അജ്വ, എൻ്റെ പേര് അജ്വയാണ്. പെണ്ണിനോട് ചോദിക്കുമ്പോൾ മസ്മുക്കി എന്നാണ് ചോദിക്കുക. മസ്മുക്കി, 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 ഓരോ കുട്ടികളോട് പേര് ചോദിച്ചിട്ട് അപ്പോൾ അവർ ആൻസർ പറയുന്നു. മസ്മുക്കി, മസ്മുക്ക എന്നിങ്ങനെ. അയിന ബൈത്തുക്ക, നിന്റെ വീട് എവിടെ. ബൈത്തി ഫി പുളിക്കൽ, എൻ്റെ വീട് പുളിക്കലാണ്. അയിന ബൈത്തുക്കി, അയിന മദ്രസത്തുക്കി, നിന്റെ സ്കൂൾ എവിടെ. മദ്രസത്തി ഫി പുളിക്കൽ. അയിന കലമുക്കി, നിന്റെ പേന എവിടെ. അയിന ഹഖീബത്തുക്ക, നിന്റെ ബാഗ് എവിടെ. അയിന എന്ന പ്രയോഗം
മാ എന്ന പ്രയോഗവും വിദ്യാർത്ഥി ഇതിലൂടെ പഠിക്കുന്നു. ഫി ഐ സൊഫിൻ അൻത, നീ ഏത് ക്ലാസ്സിലാണ്? പെൺകുട്ടികളോടാകുമ്പോൾ ഫി ഐ സൊഫിൻ അൻതി, അൻതി എന്നാണ് സ്ത്രീകളോട് ചോദിക്കേണ്ടത്. അനഫി സൊഫി ഖാമിസ്, ഞാൻ 5ാം ക്ലാസ്സിലാണ്. അനഫി സൊഫി സാബിയ, ഞാൻ 7ാം ക്ലാസ്സിലാണ്. അനഫി സൊഫി സാദിസ്, ഞാൻ 6ാം ക്ലാസ്സിലാണ്. അനഫി സൊഫിൽ ഖാമിസ്, ഞാൻ 5ാം ക്ലാസ്സിലാണ്. മസ്മു മദ്രസത്തിക്ക, മസ്മു മദ്രസത്തിക്ക, നിന്റെ സ്കൂളിന്റെ പേരെന്ത്? നിന്റെ മദ്രസയുടെ പേരെന്ത്? ഇസ്മു മദ്രസത്തി അൽ മദ്രസത്തു സലഫിയ സിയാങ്കണ്ടം, എന്റെ മദ്രസയുടെ പേര് അൽ മദ്രസത്തു സലഫിയ സിയാങ്കണ്ടം. മസ്മു മദ്രസത്തിക്ക, ഇസ്മു മദ്രസത്തി അൽ മദ്രസത്തുൽ മുനവ്വറ ബിപുളിക്കൽ. അടുത്ത ആക്ടിവിറ്റി, നദ്ഹബു ഇല ബൈത്തി മാമ, മിസ്സിസ് മാമയുടെ വീട്ടിലേക്ക് നമുക്ക് പോകാം. വനുഇദ്ദു അസ്ഇലതൻ ലിൽ മുഖാബലത്തി, ഇന്റർവ്യൂവിനുള്ള ചോദ്യങ്ങളെ നമുക്ക് ഉണ്ടാക്കാം. നുഇദ്ദു, നമുക്ക് നിർമ്മിക്കാം. അൽ അസ്ഇലതൻ, ചോദ്യങ്ങളെ. ലിൽ മുഖാബല, ഇന്റർവ്യൂവിന്. ഏതൊക്കെ പദങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്? മാ, കൈഫ, ഐന, കം, ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് 10,000 രൂപ സംഭാവന ചെയ്ത മാമയുടെ വീട്ടിലേക്ക് ഇന്റർവ്യൂവിന് വേണ്ടി നമുക്ക് പോകാം. മാ ബിക്കിയ മാമ, മാമ നിങ്ങൾക്ക് എന്ത് പറ്റി? മാ ബിക്കിയ മാമ. മസ്മു അബൂക്കി യാ മാമ, മസ്മു ഉമ്മുക്കി യാ മാമ. ഇങ്ങനെയൊക്കെ മാ കൊണ്ട് ചോദിക്കാം. കൈഫ ഹാലുക്കി യാ മാമ, കൈഫ ഹാലുക്കി യാ മാമ. കൈഫ സിഹത്തുക്കി, കൈഫ ഹാലുക്കി, നിങ്ങളുടെ വർത്താനം എന്താണ്? കൈഫ സിഹത്തുക്കി, നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയുണ്ട്? കൈഫ സിഹത്തുക്കി, സിഹത്ത് ആരോഗ്യം. ഐന അബൂക്കി, ഐന ഉമ്മുക്കി, ഐന ഷാത്തുക്കി, ഐന ഷാത്തുക്കി, നിങ്ങളുടെ ആട് എവിടെ? ഐന ഷാത്തുക്കി, ഐന അബൂക്കി എന്നിങ്ങനെ ഐന ഉപയോഗിച്ച് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാം. കം, കം ഉംബ്രുക്കി, നിങ്ങളുടെ വയസ്സെത്ര? കം ഉംബ്രുക്കി. ബിക്കം രൂപിയത്തിൻ ബിഅത്തി ഷാത്തക്കി, ബിക്കം രൂപിയത്തിൻ ബിഅത്തി ഷാത്തക്കി, നിങ്ങളുടെ ആട് എത്ര രൂപക്കാണ് നിങ്ങൾ വിറ്റത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. നുമയിസു അജ്സാ അൽ ജുംലത്തി മിനൽ ഫിഖറ, അറബി ഭാഷയിലെ വാചകത്തിന്റെ ജുസുകൾ, ഭാഗങ്ങൾ. അറബി ഭാഷയിലെ പദങ്ങൾ 3 തരത്തിലാണ് ഉണ്ടാവുക. ഇസ്മ, ഫിഅല്, ഹർഫ്. ഒന്നുകിൽ അത് ഇസ്മായിരിക്കും. ഇസ്മ എന്നാൽ അജ്സാ അൽ ജുംലത്തി സലാസത്തുൻ, അവസാനത്തിൽ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. പച്ച കളറിൽ ഇസ്മ, ഫിഅല്, ഹർഫ് എന്നിങ്ങനെ 3 തരത്തിലാണ് അറബി ഭാഷയിലെ പദങ്ങൾ ഉണ്ടാവുക. ഒന്നുകിൽ അവ ഇസ്മായിരിക്കും, ഏതെങ്കിലും ഒരു സാധനത്തിന്റെ പേരുകളായിരിക്കും. ജീവിച്ചിരിക്കുന്നതോ സ്ഥലത്തിന്റെ പേരുകൾ, മനുഷ്യന്മാരുടെ പേരുകൾ, മരങ്ങളുടെ, മൃഗങ്ങളുടെ, നിർജീവ ജീവ വസ്തുക്കളുടെ പേരുകൾ, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കളുടെ പേരുകൾ, അതിനാണ് ഇസ്മ എന്ന് പറയുക. 2ാം വിഭാഗമാണ് ഫിഅല്, ക്രിയകൾ, പ്രവൃത്തികൾ. പാസ്റ്റ് ടെൻസ്, ഫിഅല് മാദി, ഫിഅല് മുദാരി, നടന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ. ഫിഅല് അംർ, കൽപ്പനാക്രിയ. ഫിഅല് നഹി, നിരോധനാക്രിയ എന്നിങ്ങനെ ക്രിയകൾ. ഒരു കാര്യം ചെയ്യുന്ന പ്രവൃത്തികൾക്കാണ് ക്രിയകൾക്കാണ് ഫിഅല് എന്ന് പറയുന്നത്. ഫിഅല് മാദി, ഫിഅല് മുദാരി, ഫിഅല് അംർ, ഫിഅല് നഹി എന്നിങ്ങനെ ഇവയെ വേർതിരിച്ചിട്ടുണ്ട്. അതിന് ഇനി നമുക്ക് പഠിക്കും. ഹർഫുകൾ, ഗതികൾ. ഒറ്റക്ക് നിൽക്കുമ്പോൾ പ്രത്യേക അർത്ഥമൊന്നും ഉണ്ടാവില്ല. എന്നാൽ വാചകത്തിന് കൂടെ വരുമ്പോൾ അവർ കണക്റ്റിംഗ് ആയിട്ടൊക്കെ ഉപയോഗിക്കണ പദങ്ങൾക്കാണ് ഗതികൾ, ഹർഫുകൾ എന്ന് പറയുന്നത്. മലയാളത്തിൽ അത് ഗതികൾ എന്ന്, ഇംഗ്ലീഷിൽ പ്രിപ്പോസിഷൻസ് എന്നൊക്കെയാണ് പറയുക. ഹർഫുകൾ. ഉദാഹരണങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. മിസാൽ ഖറിയത്ത്, യഈഷു, ഫി എന്നൊക്കെ ചാർട്ടിലാക്കി കൊടുത്ത്. അജ്സാഉൽ ജുംല, ജുംലയുടെ പദങ്ങളാണ്, ഭാഗങ്ങൾ, വാചകത്തിന്റെ ഭാഗങ്ങൾ. ഇസ്മ, നാമങ്ങൾ, ഫിഅല്, ക്രിയകൾ, ഹർഫ്, ഗതികൾ. മുകളിൽ കൊടുത്ത പാരഗ്രാഫ് നമുക്ക് വായിക്കാം. നുമയിസു അജ്സാ അൽ ജുംലത്തി മിനൽ ഫിഖറ, ഈ ഖണ്ഡികയിലെ വാചകത്തിലെ ഭാഗങ്ങളെ നമുക്ക് വേർതിരിക്കാം. അത് ഇസ്മാണോ ഫിഅലാണോ ഹർഫാണോ എന്ന് നമുക്ക് വേർതിരിക്കാം. ഹാദിഹി ഖറിയത്തുൻ വാസിഅത്തുൻ, ഇത് വിശാലമായ ഒരു ഗ്രാമമാണ്. മസാരിഉഹാ ജമീലത്തുൻ, ഇതിലെ കൃഷിസ്ഥലങ്ങളെല്ലാം ഭംഗിയുള്ളതാണ്. ഹാദിഹി, ഇത്, ഖറിയത്തുൻ ഗ്രാമം, വാസിഅത്തുൻ വിശാലമായ. മസാരിഉഹ, അതിലെ കൃഷിസ്ഥലങ്ങളെല്ലാം, ഹഖ്ലുഹ അവയിലെ
വയലുകളെല്ലാം ജമീലത്തുൻ ഭംഗിയുള്ളതാണ്. വയഈശുന്നാസു ഫീഹാ ബിൽ ഫറഹി വസ്സുറൂറി, ജനങ്ങൾ ആ ഗ്രാമത്തിൽ വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു. യഈശു ജീവിക്കുന്നു, അന്നാസു ജനങ്ങൾ, ഫീഹ അതിൽ ആ ഗ്രാമത്തിൽ, ബിൽ ഫറഹി സന്തോഷത്തോടെ, വസ്സുറൂർ ഫറഹും സുറൂറും സന്തോഷം ആനന്ദം എന്നതിനൊക്കെ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ഫറഹ് സുറൂർ സന്തോഷത്തോടെ ജനങ്ങൾ ജീവിക്കുന്നു. ഫിൽ ഖറിയത്തി നെഹ്റുൻ വാസിഉൻ, ഗ്രാമത്തിൽ വിശാലമായ പുഴയുണ്ട്. നെഹ്ർ പുഴ, വാസിഉൻ വിശാലമായ, ഫിൽ ഖറിയത്തി ഗ്രാമത്തിലുണ്ട്. വയോമൻ ഒരു ദിവസം, നസലൽ മത്തറു മഴ ഇറങ്ങി, മഴ പെയ്തു, നസല ഇറങ്ങി, അൽ മത്തറു മഴ. വഫാദ നെഹ്റു പുഴ ഒഴുകി, ഫാല ഒഴുകി, അന്നെഹ്റു പുഴ. ഫഖാഫൻ നാസു അപ്പോൾ ജനങ്ങൾ ഭയപ്പെട്ടു, ഫ അതായത് എന്നിട്ടും അപ്പോൾ അതിനാൽ എന്നൊക്കെ അർത്ഥം വരുന്ന ഹർഫാണ് ഫ. ഖാഫ ഭയപ്പെട്ടു, അന്നാസു ജനങ്ങൾ. വഖാലു അവർ പറഞ്ഞു, വല്ലാഹു ഹഫിളുന അല്ലാഹുവാണ് നമ്മെ രക്ഷിക്കുന്നവൻ, വഹുവ മുൻജീന അവനാണ് നമ്മെ രക്ഷിക്കുന്നവൻ. അല്ലാഹു ഹാഫിളുന അല്ലാഹു നമ്മെ സംരക്ഷിക്കുന്നവൻ, ഹാഫിൾ സംരക്ഷിക്കുന്നവൻ, മുൻജീന നമ്മെ രക്ഷിക്കുന്നവൻ. ഈ ഒരു ഫിഖ്റയിൽ നിന്ന് നമുക്ക് ഇസ്മ്, ഫിഅൽ, ഹർഫ് എന്നിവയെ വേർതിരിക്കാം. ഉദാഹരണമായി അജ്സാൽ ജുംല വാചകത്തിലെ ഭാഗങ്ങൾ ഇസ്മ്, ഫിഅൽ, ഹർഫ് എന്നിങ്ങനെ ചാർട്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഉദാഹരണമായി ഖറിയത്തുൻ ഗ്രാമം, ഫിഅലിന്റെ ഭാഗത്ത് യഈശു ജീവിക്കുന്നു, ഹർഫിന് താഴെയായി ഫി ഇൽ ഉണ്ട് എന്നൊക്കെ അർത്ഥം വരുന്നു. ഖറിയത്തുൻ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. മസാരി ഒഹ അത് ഇസ്മാണ്, ഇസ്മിന്റെ താഴെയാണ് മസാരി. നാസ് ജനങ്ങൾ അതൊരു ഇസ്മാണ്. ഫറഹ്, സുറൂർ അവയെല്ലാം ഇസ്മുകളാണ്. എന്നാൽ യഈശു ജീവിക്കുന്നു. ഖറിയത്ത് ഇസ്മാണ്, നെഹ്ർ ഇസ്മാണ്, വാസിഅ ഇസ്മാണ്, യൗമ് ഇസ്മാണ്, നസല ഇറങ്ങി എന്നുള്ളത് അതൊരു ഫിഅലാണ്, പെയ്തു, ഇറങ്ങി, നസല ഫിഅലിന്റെ താഴെയാണ് നസല എഴുതേണ്ടത്. അൽ മത്തറു അത് ഇസ്മാണ്. ഫാള ഫിഅലാണ്, ഫിഅലിന് താഴെയാണ് ഫാള എഴുതേണ്ടത്. നെഹ്ർ ഇസ്മാണ്. ഫ എന്നുള്ളത് ഒരു ഹർഫാണ്. ഫ മുകളിൽ ബി എന്ന ബിൽ ഫറഹി എന്നുള്ളത് ബി ഒരു ഹർഫാണ്. വസ്സുറൂർ വാവ് ഹർഫാണ്. വയോമൻ വാവ് ഹർഫാണ്. വ ഹർഫാണ്. ഖാലു ഫിഅലാണ്. അല്ലാഹു ഇസ്മാണ്. ഹാഫിളുന ഇസ്മാണ്. വഹുവ മുൻജീന അവയെല്ലാം ഇസ്മുകളാണ്. ഇതിലെ ഫിഅലുകൾ യഈശു, നസല, ഫാള, ഖാലു, ഖാഫ ഇവയെല്ലാം ഫിഅലുകളാണ്. ബാക്കി ഇസ്മു ഹർഫുകൾ നാം പറഞ്ഞല്ലോ. ബി, വാ, വാവ്, ഫി, ഫ ഇവയെല്ലാം ഹർഫുകളുമാണ്. അജ്സാഉൽ ജുംല ഒരു വാചകത്തിലെ പദങ്ങളെ നമുക്ക് മൂന്നായി തിരിച്ചിട്ടുണ്ട് അറബി ഭാഷയിൽ. ഇസ്മ, ഫിഅൽ, ഹർഫ്. ഇസ്മ എന്നാൽ നാമങ്ങൾക്കാണ്, പേരുകൾക്കാണ് പറയുക. ഫിഅൽ എന്നാൽ ക്രിയകൾക്കാണ്, പ്രവൃത്തികൾക്കാണ് ക്രിയ. ഹർഫ് എന്നാൽ ഗതികൾ. ഒറ്റക്ക് നിൽക്കുമ്പോൾ അർത്ഥം ഉണ്ടാവില്ല, കൂടെ വരുമ്പോൾ അർത്ഥം ഉണ്ടാകുന്ന പദങ്ങൾ.